വെൽക്കം ടു ട്രേഡ് വിത്ത് വാസി. ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറക്സ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാനേജ്മെൻ്റ് ആണ്. നിങ്ങൾ ഫോറക്സ് ട്രേഡിങ്ങിലായിക്കോട്ടെ, നിങ്ങൾ വേറെ ഏതെങ്കിലും ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്യാപിറ്റൽ മാനേജിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് കറക്റ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഫോറക്സ് ട്രേഡിങ്ങിൽ വിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണം നോക്കുന്നതാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു $500 ക്യാപിറ്റൽ ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ ഈ $500 ക്യാപിറ്റൽ വെച്ചിട്ട് ഏത് ലോട്ട് സൈസ് ആണ് എടുക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ട്രേഡ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയില്ല. കാരണം ആ ഒരു $500 ക്യാപിറ്റലിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ട്രിക്ക് നിങ്ങൾക്കറിയില്ല, അല്ലേ? അപ്പോൾ ഞാനൊരു സിമ്പിളായിട്ട് പറയുന്നതാണെങ്കിൽ, നിങ്ങളുടെ കയ്യിലൊരു $500 ക്യാപിറ്റൽ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു 0.01 മാത്രം ട്രേഡ് എടുക്കുക. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഒരുപാട് സ്റ്റുഡൻസ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിടുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു $500 ക്യാപിറ്റൽ ആണെങ്കിൽ എപ്പോഴും നിങ്ങൾ 0.01 ട്രേഡ് എടുക്കുക. നിങ്ങളിപ്പോൾ ഗോൾഡിലൊക്കെ ട്രേഡ് എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഗോൾഡിൻ്റെ ഇന്നത്തെ റേറ്റ് നിങ്ങൾക്ക് നോക്കി അറിയാം, 3765 എന്ന് പറയുന്ന റേറ്റിലാണ് ഇന്ന് ഗോൾഡ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗോൾഡിലൊക്കെ ട്രേഡ് എടുക്കുന്ന സമയത്ത് 0.01 എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഔൺസ് ഗോൾഡാണ്. ഒരു ഔൺസ് ഗോൾഡ് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ മിനിമം നിങ്ങളുടെ കയ്യിൽ $3765 നിങ്ങളുടെ കയ്യിൽ വേണം. പക്ഷേ നിങ്ങളുടെ കയ്യിൽ $500 ക്യാപിറ്റൽ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾ 0.01 മാത്രം നിങ്ങൾ ട്രേഡ്സ് എടുത്ത് പോയാൽ മതി. ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു മേജർ ഇഷ്യൂ ആണ് സൈക്കോളജി. ഓക്കെ, നിങ്ങളുടെ ട്രേഡിംഗ് സൈക്കോളജി എത്രത്തോളം അടിപൊളിയാവുന്നു അത്രത്തോളം നിങ്ങളൊരു അടിപൊളി ട്രേഡറായിട്ട് മാറും. നിങ്ങളെ ട്രേഡിംഗ് സൈക്കോളജി നല്ല രീതിയിൽ ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ട്രേഡുകൾ മൊത്തം നിങ്ങളൊരു ലെഡ്ജറിൽ നോട്ട് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾ ഇന്നേ ദിവസം എടുക്കുന്ന ട്രേഡ് ഏത് കറൻസിയിലാണോ എടുക്കുന്നത്, ഏത് കമ്മോഡിറ്റിയിലാണോ എടുക്കുന്നത്, അത് എടുക്കുന്ന പ്രൈസ് റേഞ്ച് ഏതാണോ എടുക്കുന്നത്, ലോട്ട് സൈസ് ഏതാണോ, അവിടെ നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി, ഓരോ ട്രേഡിനും റീസൺ വേണം. നിങ്ങളൊരു ട്രേഡിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ആ ട്രേഡ് മാർക്കറ്റിൽ എടുത്തു, ആ ട്രേഡ് എടുത്തതിൻ്റെ റീസൺ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ച് മാർക്കറ്റിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങളെ ട്രേഡിംഗ് സൈക്കോളജി ഒരുവിധം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ട്രേഡിംഗ് സൈക്കോളജി എൻ്റെ ട്രേഡിംഗ് സൈക്കോളജി കൺട്രോൾ ചെയ്തത് ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ നെക്സ്റ്റ് ഇനി ഒരു 3 മന്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളെ ട്രേഡിംഗ് സൈക്കോളജി നല്ല രീതിയിൽ ബെറ്റർ ആവും. ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് നല്ല രീതിയിൽ നിങ്ങൾ ബെറ്റർ ആവും. ഓക്കെ.